നീ ഈ ബാങ്കിൽ നിന്ന് ഇത്രയും ദിവസം എടുത്തിട്ട് 6 മാസമായി. ഒരു ദിവസത്തെ കാശ് അടയ്ക്കാനുള്ളത് 1 മാസത്തെ പൈസ നീ അടയ്ക്കാത്തത്. ശരിക്കും ഞാനല്ലേ എടുത്തത്. അത് ബാങ്കിന് അറിയേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഇങ്ങനെ ഗുണ്ടാസംഗം പോലെയൊക്കെ വന്ന് ഞങ്ങൾക്ക് കൊട്ടേഷൻ ഉണ്ട്. ഞങ്ങൾ ബാങ്കിൽ CCTV വെക്കുന്ന ആൾക്കാരെ. ഓ മൈ ഗോഡിന്റെ ഈ എപ്പിസോഡിൽ ഭർത്താവ് ഒരു സ്ത്രീക്ക് ജാമ്യത്തിൽ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊടുത്ത കഥയാണ് ഞങ്ങൾ മെനയുന്നത്. പണം വാങ്ങിയ സ്ത്രീയുടെ വീട്ടിൽ ഭാര്യയെ വരുത്തുമ്പോൾ സംഭവിക്കുന്നത് എന്തായിരിക്കും? കാണാം ഇന്നത്തെ പ്രാങ്ക് കഥ. അത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കാശ് കൊണ്ടേ ഞാൻ പോകുള്ളൂ. ഞാൻ എന്ത് ചെയ്യാൻ? ഇയാളെ പറഞ്ഞു ഞാൻ ആളെ കാണിച്ചതല്ലേ, ഡയറക്റ്റ് ചോദിച്ചാൽ പോരെ? ആ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഈ ചോയ്സിൽ ഒരു സ്റ്റാഫാ, അതുകൊണ്ട് ഞാൻ ലോൺ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു 8 ലക്ഷം രൂപ. 8 ലക്ഷം രൂപയോ? നിങ്ങൾ എന്തിനാ ഇവരെ കൊണ്ടെടുപ്പിച്ചത്? അല്ല, ഞാൻ അവിടെ കടയിലൊക്കെ ഇപ്പൊ 2 വർഷം കൊണ്ട് അവിടെ കടയിൽ പോകുന്നുണ്ട്. നിങ്ങളായിട്ട് വേറെ എന്തെങ്കിലും ബന്ധം വല്ലതും ഉണ്ടോ? വേറെ ബന്ധമൊന്നുമില്ല. എന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റും? ഇതിന്റെ പേരിൽ എനിക്കോ എന്റെ ഭർത്താവിനോ ഒരു തരത്തിലും ബാധ്യത ഉണ്ടാ ഞാൻ സമ്മതിക്കത്തില്ല. പറഞ്ഞേക്കാം. എന്റെ ഈ കഴുത്ത കിടന്ന എന്റെ താലിമാല എന്റെ അനിയൻ ഉണ്ടാക്കി തരുന്ന ഈ സാധനം മാത്രമേ എന്റെ ദേഹത്തിന് ഉള്ളൂ. ഉള്ള കാര്യം പറയാം. അവൻ എല്ലാവരുടെ കരുണയും ഒക്കെ ഉള്ളവനാ. അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ നേരിട്ട് ഡീൽ ചെയ്തോണം. എന്റെ ഭർത്താവിനോ എനിക്കോ ഈ പ്രശ്നത്തിൽ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതങ്ങനെ പറഞ്ഞ പറ്റില്ല സഹോദരി. എനിക്ക് പറയാനുള്ള എന്ന് വാങ്ങിച്ചതാ. ഞാനിത് അറിഞ്ഞിട്ടില്ല. എന്ന് വാങ്ങിച്ചതാ. ഇപ്പൊ 1 വർഷം ആവാറായി. 1 വർഷം ആവാറായി. നിങ്ങൾക്ക് എന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റും? ഇപ്പോഴാണെങ്കിൽ എനിക്ക് ജോലിയും പോയി. ജോലിയില്ല. അണ്ട് എന്താ നിങ്ങളുടെ തീരുമാനം എന്താ? ഇപ്പൊ എനിക്കിത് കൊടുക്കാൻ കാര്യം ആളിന്റെ പേരിൽ വന്നത് ഇവിടെ എങ്ങനെയാ? ചോയ്സിൽ കട ഇവിടോ? ആ, നീ എന്തിന്റെ ബേസിൽ അവർക്ക് പൈസ എടുത്തോ? നിനക്ക് ഒരു വാക്ക് എന്നോട് ചോദിക്കാറില്ലേ? കടയിൽ വന്നേ, അപ്പൊ ചോയ്സിൽ ഡെയിലി വരുന്നേ. അപ്പൊ കുഞ്ഞിന് വയ്യ, അതിന് ഒരു വാക്ക് എന്നോട് ബാധ്യത ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു. ബാധ്യത ഉണ്ട് ചേച്ചി ഞങ്ങൾക്ക്. അപ്പൊ അതും കൂടെ ഞങ്ങളുടെ കൂടെ തലേ അല്ലെ നിനക്ക് എന്റെ അടുത്ത് ഒരു വാക്ക് ചോദിക്കാറില്ല. കാരണം നീ 8 ലക്ഷം നമ്മൾ എന്നെ വിൽക്കണം. നീ എന്നെ വിൽക്ക്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കും. അല്ലാണ്ട് ഞാൻ പിന്നെ എന്തോ പറയണ്ടേ? മറ്റൊരാളുടെ മുന്നിൽ ഞാൻ എന്റെ ഭർത്താവിനോട് നാഗരികത ഞാൻ പിന്നെ എന്താ ഞാൻ പറയേണ്ടത്? ഇനി ഇവരുടെ വയലും മൊത്തം ഞാൻ കേൾക്കണ്ടേ? അവരുടെ മുന്നിൽ എന്റെ ഭർത്താവ് നാണം കെട്ടിരിക്കുന്നത് ഞാൻ കാണണ്ടേ? വേണോ വേണ്ടയോ? അങ്ങനെയൊന്നുമല്ല, ഞാൻ കൊടുക്കാൻ ഞാൻ അവരുടെ അടുത്ത് സാവകാശം ചോദിക്കുന്നത്. ഞാനുമായിട്ടല്ല, ബാങ്ക് ഇവർ തമ്മിലാണ് ബാങ്കുമായിട്ട് ഇടപെട്ടിട്ടുള്ളത്. അതെ, സാവകാശം എന്നൊരു വർത്തമാനം ഇതിനകത്തില്ല. ഞാൻ ഇന്ന് വന്നിട്ട് കാശ് കൊണ്ടേ പോകുള്ളൂ. 6 മാസമായിട്ട് മാഡം, ഞാൻ 6 മാസമായിട്ട് 1 രൂപ അടച്ചിട്ടില്ല. 6 മാസമായിട്ട് ഞങ്ങളുടെ ഫിനാൻസിന്റെ എല്ലാ ഡീറ്റെയിൽ നിങ്ങളുടെ പറഞ്ഞിട്ട് അടച്ച്. ഒരു ദിവസം മാറിപ്പോയാൽ, ഒരു മണിക്കൂർ മാറിപ്പോയാൽ സുഹൃത്തുക്കളെ ഞാൻ കാര്യം പറഞ്ഞു. US സ്മാൾ ബാങ്ക്, US ബാങ്ക്, US സ്മാൾ ബാങ്ക്, ഓൺലൈൻ ബാങ്ക്. ഓൺലൈൻ ബാങ്ക്. നിങ്ങളിപ്പോ ഇവരുടെ വീട് കണ്ടില്ലേ? നീ ഇവരോട് ഒന്ന് ചോദിച്ചാ പോരെ? അത് എനിക്ക് അറിയേണ്ട കാര്യമുണ്ടോ? ബാങ്ക് ചോദിച്ചേ. നീയാണ് ഇതിന് ഉത്തരവാദി. നീ ആർക്കെടുത്ത് കൊടുത്തു, എങ്ങനെ കൊടുത്തു ഇവർക്ക് അറിയേണ്ട ആവശ്യം. 1 രൂപ പോലും തരാതെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഇത് അടയ്ക്കണം എന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ എങ്ങനെ അടയ്ക്കും? പറ. എനിക്ക് എന്റെ കയ്യിൽ ഇപ്പൊ പൈസ മിണ്ടായിരുന്ന ഇവര് വീട്ടിൽ കയറിയിരുന്ന ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇവിടെ വാടകയ്ക്കാ താമസിക്കുന്നത്. ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടാക്കാം. അല്ല പിന്നെ എങ്ങോട്ട് കൊണ്ടുവരേണ്ടത്? എന്റെ വീട്ടിലോട്ട് കൊണ്ടുവരണമായിരുന്നോ? നിങ്ങൾക്ക് വേണ്ടി എടുത്തുന്ന പൈസ വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ ഇങ്ങനെ? പിന്നെ എങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നു? എന്ന് വെച്ച് ഇങ്ങോട്ട് എങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നു? ഈ ഇതൊക്കെ നടത്തി എന്റെ സാഹചര്യത്തെ അനുസരിച്ച് ഞാൻ ഇതല്ല ഞാൻ ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും. എത്ര നാളായി? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ല ലോൺ ഇങ്ങനെ വരുന്നെന്ന്. ആണോ അല്ലയോ? നിനക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് വെച്ചേ. നിനക്കൊരു പെൺകുഞ്ഞുള്ളതല്ലേ? നിനക്ക് കണ്ട നാട്ടുകാർക്കല്ല നീ ലോൺ നീ എങ്ങനെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്? നീ മറ്റൊരാളുടെ മുന്നിൽ തലവും ചെയ്ത് കാണുമ്പോണ്ടല്ലോ എനിക്കിപ്പോ ചാവാനാ തോന്നുന്നത്. എനിക്ക് ഇന്ന് ഈ ലോൺ ക്ലോസ് ചെയ്യണം. എനിക്കറിയാം, ഞാൻ ഇവിടുന്ന് പോകുന്നില്ല, അവരും പോകണ്ട. നിങ്ങൾ ഇന്ന് ഈ ലോൺ ഇവിടെ ക്ലോസ് ചെയ്യാണ്ട് ഞാൻ പോകത്തില്ല. എന്റെ കുഞ്ഞിന് അവിടെ വയ്യാണ്ടിരിക്കുവാണ്. എന്റെ കുഞ്ഞിന് അവിടെ വയ്യാണ്ടിരിക്കുവാണ്. അതിനെ ഇട്ടിട്ടാണ് ഞാൻ ഈ വരെ ഇവിടെ വന്നതെങ്കിൽ ഇന്ന് ഈ ലോൺ ക്ലോസ് ചെയ്യാണ്ട് ഞാനും പോകത്തില്ല, കിരണം പോകത്തില്ല, ഈ വാനിലെ ചേട്ടനും പോകത്തില്ല. അത് ഞാൻ എന്തായാലും വാങ്ങിക്കൊണ്ടേ പോകത്തുള്ളൂ. എല്ലാരും കൂടെ ഇവിടെ ഇങ്ങനെ കാര്യമില്ല. നിങ്ങൾക്ക് ഉത്തരവാദിത്വം വേണം. അല്ലെങ്കിൽ നിങ്ങൾ കൃത്യമായ ലോൺ അടയ്ക്കും. നിങ്ങളെങ്ങനെ ഉദ്ദേശിക്കുന്നത്? കിരണം കൊണ്ട് നടപ്പിക്കാനാണോ ഉദ്ദേശിക്കുന്നത്? ആണോ അല്ലയോ? ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. എപ്പോ കൊടുക്കാന്ന്? ഈ 6 മാസമായിട്ട് അടയ്ക്കാൻ നിങ്ങൾ ഇനി എപ്പോ കൊടുക്കാനാ? എപ്പോ കൊടുക്കാനാ? എന്നാ 6 ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുത്ത എന്തിനാ? ഇത് 10 ലക്ഷം ചേട്ടാ. 9,75,000 സംതിങ് രൂപയായി. പെട്ടെന്ന് ഇത്രയും രൂപ ആവശ്യമില്ല ചേച്ചി.
എനിക്കറിയേണ്ട ആവശ്യമില്ല. കാര്യം എനിക്കോ എന്റെ കുഞ്ഞിനോ എന്റെ ഭർത്താവിനോ എനിക്ക് എടുത്ത കാശില്ല. പിന്നെ ഞാൻ അതിനെപ്പറ്റി വിഷമിക്കേണ്ടതോ പേടിക്കേണ്ടതോ ആവശ്യമില്ല. അപ്പൊ പിന്നെ എന്ത് കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ല. പിന്നെ എന്റെ ഭർത്താവിനെ പറ്റി പറയുന്നത് എന്തുവാ? ഇവിടെ തന്നെ പറയുന്നത് എന്തോ കാര്യം എന്നാ? ഒന്നീ നിങ്ങൾ നേരിട്ട് ഡീൽ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ എന്നെ എന്റെ ഭർത്താവിനെ എന്റെ കുഞ്ഞിനെ ഇതിനകത്ത് ഒഴിവാക്കി തരിക. അങ്ങനെയാണ് ഞാൻ എന്റെ ഭർത്താവ് പോകുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ പോത്തി. ഇതോടെ അവസാനിപ്പിച്ചോ. സുമേഷ് എന്നെ വിളിച്ചു പറഞ്ഞു 5 ദിവസം സമയം തരും ആർക്കാണെങ്കിലും. പൈസ ഉണ്ടാക്കാനുള്ള വഴി നോക്കും ചേച്ചി. ഇല്ല നിങ്ങൾ ചുമ്മാ അങ്ങോട്ട് നിങ്ങൾക്ക് പറ്റത്തില്ല, അതൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. കിരൺ എന്തെങ്കിലും പറ. കിരൺ എന്നെ പറയണ്ടേ? കിരണ പൈസ കൊടുക്കണ്ടേ? ഞാൻ എന്നാ പറയണ്ടേ? ഞാൻ എന്തിനു പൈസ? നിങ്ങളെ വിശ്വസിച്ച് പൈസ തന്നിട്ട് നിങ്ങൾ കിരണോട് പറയണ്ടേ? ആണോ? ഇങ്ങനെ ബഹളം വെച്ചാൽ പിന്നെ എന്താ ഞാൻ ചെയ്യേണ്ടത്? നിങ്ങൾ പറയേ 10 ലക്ഷം രൂപ ലോൺ കൊണ്ട് അടച്ചോളാൻ. സൗകര്യം ഇപ്പൊ ഈ കാശ് മൊത്തം ഇയാളാണ് മാറ്റിട്ടുള്ളത് അല്ലേ? പിന്നെ അല്ലാണ്ട് ഒരു നേരത്തെ ഭക്ഷണമെങ്കിൽ അതുകൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്തേനെ. ഞങ്ങൾ ബാങ്കിന് ആൾക്കാരുണ്ട്, ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ഒരു ടീം തിരുവല്ല ഉണ്ട്, ഒരു 3-4 പേരുണ്ട്. അവരൊരു കോൾ ചെയ്ത് അവർ ഇവിടെ സ്ഥലത്ത് വരും. അവർ വന്ന് നേരിട്ട് കൈപ്പറ്റു പൈസ. എന്റെ ബാങ്കിൽ 6 ലക്ഷം രൂപ ലോൺ കിട്ടുമായിരുന്നു. ഇത് ഇവര് ജോയിന്റ് ആയിട്ട് എടുത്ത സംഭവം. ഇവരുണ്ട് ജോയിന്റ് ആയിട്ട് എടുത്തിട്ട് ഇവര് സാലറി സർട്ടിഫിക്കറ്റ് മാഡത്തിന്റെ. എനിക്ക് സിവിൽ ഇല്ലാത്തോണ്ട് കിട്ടാത്തോണ്ടാണ് കിരണിന്റെ പേരിൽ എടുത്തത്. കിരൺ അമ്മേനെ അറിയാവോ? അറിയാവോ? അതറിഞ്ഞോ? അവസ്ഥ അറിയാവോ? പെട്ടെന്ന് വന്ന് ചോദിച്ചാ കൊച്ചെ എവിടെ നിന്ന് പൈസ കിട്ടാൻ? 6 മാസമായ കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു ഓൺലൈൻ ലോണിന്റെ കാര്യം എങ്ങനെ ആയിരിക്കും എന്ന് കിരണും അറിയാം, ചേച്ചിക്കും അറിയാം. പൈസ എടുത്ത് ചേച്ചി ആയതുകൊണ്ട് ചേച്ചിക്കാണ് ഉത്തരവാദിത്തം. അതിപ്പോ ലോൺ എടുത്ത് ഞാനാണെങ്കിൽ എനിക്ക് ആ തിരിച്ചടങ്ങാനുള്ള കൃത്യമായ ഡേറ്റ് എനിക്കറിയാം. ആ ഡേറ്റ് ഞാൻ ആരെ കൊന്നിട്ടാണെങ്കിലും എന്നെ കാണിച്ചിട്ടാണ് ഞാൻ ആ കാശ് അടയ്ക്കുക. ആരൊക്കെ തന്നെ എനിക്ക് എന്റെ ഭർത്താവിന് അറിയാം. എന്റെ ഉത്തരവാദിത്തം എടുത്തിട്ടുള്ളതാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എന്നെ കാണിച്ചിട്ടാണെങ്കിലും അടയ്ക്കുന്നത് എന്റെ ഭർത്താവിന് അറിയാം. പിന്നെ എന്റെ ഉത്തരവാദിത്തത്തില്ല ഞാൻ അറിയാത്ത കാര്യം ചെയ്തതിന് കിരണോട് ഞാൻ ഇങ്ങനെ അല്ല പെരുമാറേണ്ടത്. അത് ചേച്ചി അത് എത്രയും പെട്ടെന്ന് തീർക്കുന്നോ അതായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിന് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ കാരണം ഞങ്ങൾ പിരിയും. കയ്യില് പൈസ ഇല്ലാത്തോണ്ടല്ലേ, അല്ലെങ്കിൽ ചെയ്യത്തില്ല. ഈ 6 മാസത്തിൽ ലോൺ എടുക്കുന്നോ അത് തിരിച്ചടയ്ക്കാൻ പ്രാപ്തി വേണം, ഇല്ലെങ്കിൽ എടുക്കരുത്. കാശ് പട്ടിണി കിടന്നോണം. കാശുണ്ടെങ്കിൽ ആരെങ്കിലും ലോൺ എടുക്കോ? കാശില്ലാത്തോണ്ടല്ലേ അത് ചെയ്യുന്നത്. തിരിച്ചടയ്ക്കാത്തത് എന്താണ്? പിന്നെ ലോൺ തിരിച്ചടയ്ക്കുന്നതാണോ? ഇവർ ഭയങ്കര ചുമ്മാ വെച്ചേക്കുന്ന കാശ് 2 മാസവും ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അടച്ചേ കുഴപ്പമില്ലായിരുന്നു. 1 മാസം പോലും അടച്ചിട്ടില്ല. അവൻ വന്നു. മാഡം ഇതേ ആള് കിരൺ പ്രശാന്ത്. കിരണല്ലേ? മാഡം അങ്ങോട്ടിരുന്നു. കിരൺ ആരാണ്? ഞാനല്ലേ? ലോൺ എടുത്ത കാര്യമാണോ? ഞാനാണ് വന്നത്. മാഡം ഞാൻ കാര്യം പറയാം. പറഞ്ഞോളൂ. സന്മനസ് ഇച്ചിരി കൂടുതലുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വൈഫാണ്. ഞാൻ അറിയാണ്ട് വേറെ ബന്ധങ്ങളൊന്നുമില്ല, എടുത്ത് കൊടുത്തതാണ് 6 ലക്ഷം രൂപ. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ നിമിഷം ഇവിടെ വന്ന ആ വാതിൽ തുറന്നു കഴിയുമ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. 6 മാസമായിട്ട് ഇതുവരെ ഒരു ഘടു പോലും അടച്ചിട്ടില്ല. 6 മാസം ആയതുള്ളൂ ലോൺ എടുത്തിട്ട്. ലോൺ എടുത്തിട്ടെന്നല്ല, അടച്ചിട്ടില്ലാത്ത പെൻഡിങ് ആണ് വന്നിട്ടുള്ളത്. എനിക്ക് എത്ര എപ്പോഴാണ് എടുത്തത്? 1 വർഷം 2024 ഹേന. നമ്മൾ ഡൽഹി ബേസ് ചെയ്തൊക്കെ ഉള്ള ഒരു കമ്പനിയാണ്. അപ്പൊ എന്താണ് പറയുന്നത്? എന്ന് അടയ്ക്കാൻ പറ്റും? ഇദ്ദേഹം അല്ല റെസ്പോൺസിബിൾ. ആ പുള്ളിക്കാരിക്കാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. അവരടയ്ക്കുമെന്നുള്ള അഷുറൻസിന്റെ പുറത്താണ് ഇങ്ങേരെ എടുത്തു കൊടുത്തിരിക്കുന്നത്. ഇങ്ങേരുടെ ഭാഗത്ത് ഫോൾട്ട് ആണത്. വേറെ ആൾക്ക് ലോൺ എടുത്ത് കൊടുക്കാൻ പാടില്ല എന്ന് ഇങ്ങേർക്കും അറിയാം, ആ ഇരിക്കുന്ന പെണ്ണുമ്പിള്ളയ്ക്കും അറിയാം. പെണ്ണുമ്പിള്ള ഒന്നും പറയരുത്. മിണ്ടരുത്. പിന്നെ മാഡം വിളിക്കാം. മിണ്ടരുത്. എക്സ്ക്യൂസ് മീ. ഇതൊന്നും അല്ല ഞാൻ പറയേണ്ടത്. മാന്യമായിട്ട് സംസാരിക്കും. അത്രയും മാന്യമായിട്ട് കുറിച്ച് സംസാരിക്കുന്നു. ഒറ്റയ്ക്കായിരുന്നപ്പോ നല്ല രീതിയിൽ സംസാരിച്ചപ്പോ മാഡത്തിനെ കണ്ടപ്പോ പെണ്ണുമ്പിള്ളേന്നൊക്കെ ഒന്നുമല്ല. എന്റെ പൊന്നിയേച്ചി എന്റെ ഗതികെട്ട് നിൽക്കുവാണ് ഇപ്പോ. 6 ലക്ഷം രൂപ 9 ലക്ഷം രൂപ 1 വർഷം കൊണ്ട്. അപ്പൊ നിങ്ങൾ പലിശ ഒന്ന് ആലോചിക്കും. ഞാൻ എവിടെ നടത്തിറങ്ങണം നിങ്ങൾ പറയുന്നത്? എന്നിട്ട് ഞാൻ മാന്യമായിട്ട് സംസാരിക്കാൻ. ഞാൻ ഷൗട്ട് ചെയ്യരുത്. ഇതിപ്പോ എനിക്ക് കേസിന്റെ കാര്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കിരണിനെ നോക്കാൻ പറ്റത്തുള്ളൂ. മാഡം നമുക്ക് ഒരു ഗ്യാപ്പ് വരാൻ പറ്റുമോ? അതിനുള്ളിൽ അവർ അടയ്ക്കും. സാർ ഒരു മിനിറ്റ് നിൽക്ക്, സംസാരിച്ച് നോക്കട്ടെ. ഇത്ര ടൈം നെയ് ദേഗാ. കാരണം എന്ന് വെച്ചാൽ എന്റെ സാറൊന്നും ടൈം ഒന്നും ഒരുപാടൊന്നും തരത്തൊന്നുമില്ല. അല്ല, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കാരണം ഞാൻ എന്തായാലും അടയ്ക്കാൻ പോകണില്ല. ആ മാഡത്തിന് അത് അടയ്ക്കണമെങ്കിൽ അവർക്കൊരു ഗ്യാപ്പ് കൊടുത്തേ പറ്റത്തുള്ളൂ. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റും. കാരണം ഞങ്ങൾക്കൊരു പെൺകുഞ്ഞാണ്, അതിന് 1 വയസ്സേ ആയിട്ടുള്ളൂ. അതിനുള്ളിലാണ് ഇദ്ദേഹം ഈ കാണുന്ന എല്ലാ പ്രവർത്തികളും ചെയ്തിരിക്കുന്നത്.
അങ്ങേരെ ജയിലിൽ പോയി എനിക്ക് വേറെ ഒരു വഴിയില്ല. एक मिनट आप वेट करो. आपने किया है क्या? लोन इससे लिया है क्या? ലോൺ എടുത്തിട്ടുണ്ടോ? ആളാ എടുത്തത്, ഞാനല്ല. അല്ല, ഈ ആളുടെ പേരിലാണ് എടുത്തേക്കുന്നതെന്നാണ് പറഞ്ഞത്. आपने पैसा लिया है क्या? പൈസ വാങ്ങിച്ചിട്ടുണ്ടോ? ഫുൾ എമൗണ്ട് വാങ്ങിച്ചിട്ട് കിരൺ പൈസ വാങ്ങിച്ചിട്ടുണ്ടോ? ഫുൾ എമൗണ്ട് മേടിച്ചിട്ടുണ്ട്. തെളിവുണ്ടോ അതിന്? कुछ एविडेंस है क्या उसमें? ആണോ? നന്നായി कोई एविडेंस? ഇരിക്കത്തേ ഉള്ളൂ കുഞ്ഞെ, തേഞ്ഞ്. തരാന്ന് പറഞ്ഞു സംസാരിക്കട്ടെ. അവര് പാവം ലേഡി, അവര് വന്ന് സംസാരിക്കും. വാരി വന്ന് कुछ मत करो, कुछ मत करो, कुछ मत करो. वेट करो, वेट करो. मैम आप बैठो बैठो. മാറ്റാൻ പറ. ഇതൊന്നും കൊണ്ടൊന്നും കേറില്ലേ ഇത് വീട്ടിനകത്ത്? ബൈ ബൈ ബൈ. വെയിറ്റ് കറോ, വെയിറ്റ് കറോ. മാറി നിൽക്ക് നിങ്ങൾ. ഇരിക്കിരിക്കും. ഇത് തന്നെയാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ. ഇതാണ് കാരണം നമുക്കിത് തന്നില്ല എങ്കിൽ എനിക്ക് പേടിയാ. ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വന്നത് കൊണ്ടാണ്. ഇരിക്കും മാം. ആ സാധനം കയ്യിൽ നിന്ന് മേടിക്കോ? ഇങ്ങോട്ട് നീങ്ങിയിരിക്കും, ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. ഇത്രയും സമയം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, നീങ്ങിയിരിക്കും. ഞങ്ങൾ വന്ന ഇവരോട് സംസാരിക്കാറില്ല. സംസാരിക്കും. അപ്പോ മാഡം മാഡം എപ്പോ പേയ്മെന്റ് ചെയ്യും? കാരണം ആണ് മാഡം, പക്ഷേ എനിക്ക് തെളിവ് ആർക്കെതിരെയാണ്? എവിഡൻസ് ആർക്കെതിരെയാണ്? ആരുടെ പേരിലാണ്? ഞാൻ ഇത്ര നിങ്ങളോട് സംസാരിച്ചറിയോ? നിങ്ങളൊരു മാന്യമായിട്ട് വളരെ നമ്മൾ റിമൂവ് ചെയ്യില്ല. ഞാൻ ഇത്ര സമയം വന്നിട്ട് ഒരിക്കലും ഞങ്ങൾ അവര് റിമൂവ് ചെയ്യില്ല. അങ്ങനെയാണ്. എന്താ നീ പറ, നമ്മൾ എന്താ ചെയ്യണ്ടേ? ആത്മഹത്യ ചെയ്യാം. ഇത് അടച്ചു തീർന്നില്ലെങ്കിൽ കേസിന്റെ രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ. എന്ന് വെച്ചാല് ഇതിന് ഇൻട്രസ്റ്റ് നമ്മൾ എന്നോ കാണിച്ചാലും നമുക്ക് ഇനി 9 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റത്തില്ല. 9 ലക്ഷമല്ല, 9 ചില്ലറയാവും. 10-നകത്ത് റൗണ്ട് റൗണ്ട് ആവും. നമ്മൾ എന്ത് ചെയ്യും? നീ തന്നെ പറ. ആലോചിച്ച് ചെയ്യും. നിങ്ങൾ തന്നെ പറ. കിരണിന്റെ പേര് ഞാൻ മേടിച്ചിട്ടില്ലല്ലോ. ഞാൻ ഇത് ലോൺ എടുത്തേക്കുന്ന കിരൺ അല്ലേ എടുത്തേക്കുന്നത്? നിങ്ങളാണ് അടയ്ക്കേണ്ടത്. കിരണിന്റെ പേര് കേസ് വരുമെന്ന് പറയുന്നു. ഞാൻ എന്തോ ചെയ്യണ്ടേ? കിരൺ അല്ലേ ലോണിനെല്ലാം കൊടുത്തേക്കുന്നത്? സമ്മതിച്ചു. പറഞ്ഞ കേട്ടില്ലേ? കാശ് അടച്ചില്ലേ കിരണിന്റെ പേര് കേസ് വരുമെന്ന്. ഷൗട്ട് ചെയ്യാതെ സംസാരിക്കുക. പിന്നെ ഒരു മാന്യമായിട്ട് കുട്ടി സംസാരിക്കണം മാഡം. ആ കുട്ടി അവൾ കാശ് ഷൗട്ട് ചെയ്യുന്നതാണ് പ്രശ്നം. നിങ്ങൾ പൈസ ഞങ്ങളാണ് ലോൺ എടുത്തേക്കുന്നത്. മാഡം, എനിക്ക് വേണ്ട ഇവരൊന്നും പൈസ. ഞാൻ അതിനകത്ത് പൈസ ഇടത്തില്ല. ഇവര് പൈസ വാങ്ങിച്ചിട്ടില്ല. പൈസ വാങ്ങിച്ചിട്ടില്ലേ? ഇല്ല. ഇല്ലേ ലോൺ എടുത്തിരിക്കുന്നത്? ഇല്ലെന്ന് ചോദിച്ചതാ. ഇല്ലേ? എന്റെ കുഞ്ഞിനെ വലതാക്കണല്ലോ. നിങ്ങൾക്ക് സത്യാവസ്ഥ അറിയാം. നിങ്ങൾക്ക് സത്യാവസ്ഥ അറിയാം. കാണിക്കുന്നത് 10 ലക്ഷം രൂപയാണ്. ഞങ്ങൾ ചാവണ്ട വരും. ഞങ്ങൾ ചാവണ്ട ഒരു സത്യം ഞാൻ പറയാം. ഇവിടെ ചാവും. ഞാൻ ഇവിടെ ഞാൻ ചാവും. സത്യം ഞാൻ പറയാം. ഞാൻ ഗതി കെട്ട് നിൽക്കുന്ന പെടുമ്പിള്ളയാ. ഞാൻ ഗതി കെട്ട് നിൽക്കുന്നയാ. നിങ്ങൾ എന്നെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്നേ. നിങ്ങൾ പൈസ ഞാൻ പോകത്തില്ല ഇവിടുന്ന്. ഞാൻ ഇവിടുന്ന് പോകത്തില്ലെന്ന് പറഞ്ഞില്ലേ? എപ്പോഴേക്കും പറ്റും? നിങ്ങൾ പോയി പറഞ്ഞു കൊടുത്താലേ. പൈസ വാങ്ങിച്ചോ? നിങ്ങൾ നിയമപരമായിട്ട് അതല്ലേ? അതെ അതെ. വെയിറ്റ് എന്റെ ഭാഗത്താണ് ഞാൻ, ഇവരുടെ ഭാഗത്താണ് ഞാൻ. ഞാൻ നിങ്ങളെ ഭാഗത്തില്ല, പക്ഷെ നിയമപരമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? പക്ഷെ എനിക്ക് അത് തെളിയിക്കാൻ പറ്റത്തുള്ളൂ. പറ. ഇത്രയും നേരം നിങ്ങൾ ലോൺ എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ അതിനെ മാറ്റി പറയുന്നത്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഇത് കളിക്കുന്നതാണോ? മാഡം ഇരിക്കേ. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പറ. നീ ഇവിടെ വന്നിരിക്കുക. ഇല്ല, നീ അടയ്ക്ക 10 ലക്ഷം രൂപ. നിന്റെ ലോണ്ട 10 ലക്ഷം രൂപ. നിങ്ങൾ പൈസ വാങ്ങിച്ചോ? ഇല്ല. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു പൈസ വാങ്ങിച്ചില്ലാണ്. ലോൺ എടുത്തേക്കുന്ന കിരൺ അല്ലേ? ഈ ലോൺ എടുത്ത പൈസ ആർക്ക് വേണ്ടിട്ട് എടുത്ത്? നിങ്ങൾ എന്തെങ്കിലും പ്രൂഫ് ഇതിനകത്തുണ്ടോ? അറിയില്ല. എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? നീ എന്തിനാണ് നാണം കെട്ടവനെ നീ ഇങ്ങനെ പൈസ എടുത്ത് കൊടുക്കാൻ നിന്നത്? നീ തൂങ്ങിച്ചാവ. 2 ലക്ഷം കൊണ്ടുപോയി പെണ്ണ്. ഏതോ ഒരുത്തി നിന്റെ ഭാര്യയ്ക്കോ നിന്റെ കുഞ്ഞിനോ നിന്റെ അമ്മയ്ക്കോ ഗുണമില്ലാത്ത, നിനക്കോ ഗുണമില്ലാത്ത പൈസ ഏതോ ഒരു സ്ത്രീ നീ എടുത്തു കൊടുത്താണ്ട് അവര് പറയുന്നു അവര് നിനക്ക് എടുത്തു കൊടുത്തതല്ല. ഞാൻ കാര്യം
നിക്ക്. ആദ്യമായിട്ട് പറഞ്ഞത് ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഈ പൈസ അടയ്ക്കാനുള്ള നിവൃത്തി എനിക്ക് മോതിരം എന്റെ ഈ കിടക്കുന്ന അവർ സംസാരിക്കും, ബാങ്ക് തീരുമാനം നിങ്ങളെ തീരുമാനിക്കണ്ട. നിങ്ങൾ ഹസ്ബൻഡ് സംസാരിക്കും. ആദ്യം എനിക്ക് ഈ ആളാണ് എവിഡൻസ് ഉള്ളത്. ഇയാളുടെ പേരേ ഇല്ല, ഈ കുട്ടിയുടെ പേരേ ഇല്ല. എടുത്ത് പൈസ കൊടുത്തത് വരും. ബൈക്കേഷ് എന്തിനാ കിരണ പൈസ കൊടുത്തത്? നിങ്ങൾ സംസാരിച്ചാൽ മതി. നീ ഇവിടെ ഇരിക്കി. മാഡം അവർ പൈസ വാങ്ങിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ പൈസ വാങ്ങിച്ചോ ഇല്ല? ഫ്രോഡ് റേഡിയാ. അവര് പലരുടെയും പൈസ ബാങ്കർ നിന്റെ വാങ്ങിക്കത്തുള്ളൂ. അവര് പലരുടെയും ചോദിച്ചത് പൈസ മേടിച്ചിട്ടുണ്ടെന്ന് പിന്നെ അറിഞ്ഞത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ചാവാനോ? ഈ പൈസ എടുക്കണം, നമ്മൾ അവിടെ ലോൺ അടച്ചു തീർന്നില്ല. എനിക്ക് 10 അവരിപ്പോ നേരം നമ്മളെ നിലക്കാക്കാനായിട്ട് അവര് പോയേക്കുന്നേ. എന്താ ചെയ്യണ്ടേ? വാങ്ങിച്ചിട്ടില്ല, അവർ പൈസ വാങ്ങിച്ചിട്ടില്ല. നമുക്ക് നിയമപ്രകാരം ഒന്നും ചെയ്യാനില്ല. അവര് പൈസ വാങ്ങിച്ചിട്ടില്ലെന്ന് അവർ അച്ചിട്ട് പറയുന്നുണ്ട്. കണ്ടോ? ഇത്രയും നേരം അവരെങ്ങനെയാണ് പറഞ്ഞോണ്ടിരുന്നേ? മാഡം വാങ്ങിച്ചാൽ നമുക്കറിയാവുന്ന കാര്യം. എടാ, അവരത്ര ഫ്രോഡ് ലേഡിയാണ്, ഫ്രോഡ് ലേഡി. നീ പൈസ കൊടുത്തതിന് എന്തെങ്കിലും പ്രൂഫ് നിന്റെ ഉണ്ടോ? നീ പറ, എന്ത് ചെയ്യുന്നു പറ. എങ്ങനെ ഒപ്പിക്കാനാ ഈ 10 ലക്ഷം രൂപ? പാവ ഒരു സ്ത്രീ ചതിച്ച ഇവർ നിങ്ങൾ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അത് പറയും. അങ്ങനെ ബന്ധമൊന്നുമില്ല. അല്ലാതെ പിന്നെ ചുമ്മാ 8 ലക്ഷം ചുമ്മാ കൊടുക്കും. ഹസ്ബൻഡ് എവിടെയെന്നാ പറഞ്ഞു? ഹസ്ബൻഡ് ഇല്ലെന്ന്. ഹസ്ബൻഡ് ഇല്ലെന്ന് അവർക്ക്. മാഡത്തിന് മനസ്സിലായില്ല കാര്യം. അതും കാണാൻ കൊള്ളാവുന്ന പയ്യൻ. ഇത് അതും നല്ലൊരു കൊച്ചു. ആ കൊച്ചിനെ റിലേഷൻ ഉണ്ടോ? എനിക്ക് നിങ്ങൾ കരഞ്ഞിട്ടോ യാതൊരുവിധ കാര്യമില്ല. മാഡം, നിങ്ങൾ കുറച്ചെങ്കിലും അടയ്ക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി നമുക്ക് പറഞ്ഞതാ. ഓരോ ഓപ്ഷനും ഇല്ല. നിങ്ങളെ പറഞ്ഞ് കാര്യം പിടിക്കായിരുന്നു. അങ്ങനെ ഒരു കാര്യമേ നടക്കൂല. നിങ്ങൾ കാശ് തന്നേ പറ്റും. ഇപ്പൊ ഞങ്ങൾക്ക് അവരെ കൊടുത്ത് ഞങ്ങൾക്ക് അറിയില്ല. ഞാൻ നിങ്ങളെ അഗേൻസ്റ്റ് ഞാൻ പറയുന്നില്ല. കാര്യം മനസ്സിലായി. കിരണ സൈഡിലാണ് ഫോൾട്ട്, അവരുടെ സൈഡിലാണ് ഫോൾട്ട്. എവിഡൻസ് ഇല്ല എന്നാൽ കിരണ സൈഡിലാണ് ഏറ്റവും കൂടുതൽ ഫോൾട്ട്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, കിരൺ, നിങ്ങൾ ഇവരുമായിട്ട് എന്താ ബന്ധം? ചുമ്മാ എടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നല്ലൊരു കുട്ടി നിങ്ങളെ ഭാര്യയായിട്ട് ഇരിക്കുന്നു, അവർ നിങ്ങളെ കൂടെ എല്ലാ കാര്യത്തിലും നിൽക്കുന്നു. നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ഭർത്താവ് ഒന്നില്ലാതെ ഇവിടെ വാടകയ്ക്ക് താമസിച്ച് നിങ്ങൾ തന്നെ വാടകയ്ക്ക് റൂം എടുത്ത് കൊടുത്ത് വീട് എടുത്ത് കൊടുത്തെന്ന് പറഞ്ഞല്ല? ഉണ്ടായിരിക്കും. ഞങ്ങളടുത്ത് വാടകയ്ക്ക് വീട് എടുത്ത് കൊടുത്ത നിങ്ങൾ എന്ന് പറഞ്ഞല്ല. നിങ്ങൾ എന്ത് ബന്ധം? സ്കൂളിൽ വരുന്ന ആർക്കും നിങ്ങൾ വീട് എടുത്ത് കൊടുക്കോ? അപ്പൊ നിങ്ങൾ നമ്മൾ എന്താണിത്? ഈ നല്ലൊരു കുട്ടിയെ ഭാര്യയായിട്ട് കിട്ടിയിട്ട് നിങ്ങൾ ഈ എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഞങ്ങളിത് പറയേണ്ട കാര്യമല്ല. ഇപ്പൊ പറഞ്ഞപ്പോ എല്ലാം പറഞ്ഞു അവരുടെ പേഴ്സണൽ കാര്യത്തിൽ ഈ കുട്ടി അറിയണ്ടേ? അപ്പൊ ആ കുട്ടി ഒന്നും നിഷ്കളായിട്ട് നമ്മൾ സംസാരിച്ചു. വാടകയ്ക്ക് വീട് എടുത്ത് കൊടുക്കണേ 8 ലക്ഷം ചുമ്മാ എടുത്ത് കൊടുക്കും. നിങ്ങൾക്ക് എന്ത് പറഞ്ഞ ഈ കുട്ടിയായിട്ട്? സാർ ഇങ്ങനെ ആവശ്യമില്ല. ഞാൻ നിന്നെയാണ് വെട്ടേണ്ടത്. എനിക്ക് നിങ്ങൾ പൈസയുടെ ആവശ്യത്തിനല്ലേ വന്നത്. കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ വന്നോന്നെ റെഡിയാക്കോളാം. പൈസ അടയ്ക്കാൻ നീ വന്ന് ശരിയാകത്തില്ല. ഞാൻ എന്റെ വീട്ടിലോട്ട് പോകും. നിങ്ങൾ എന്ന് പൈസ അടയ്ക്കുന്നോ അന്ന് ഞാൻ എന്റെ വീട്ടിൽ തിരിച്ചു വരത്തുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കുകയാണ്, അങ്ങനെയൊന്നും പറയില്ലേ. പൈസ അടയ്ക്കാൻ പൈസ അങ്ങനെയല്ല, ഈ കിരണല്ലേ എടുത്തത്. അപ്പൊ നിങ്ങൾ പൈസ എടുത്തിട്ടില്ല? ഇല്ല. നിങ്ങൾ ഈ പൈസ വാങ്ങിച്ചിട്ടില്ല. 6 ലക്ഷം രൂപ നിങ്ങൾ വാങ്ങിച്ചിട്ടില്ല. മനസാക്ഷിക്ക് നിങ്ങൾ പറ, നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ? ഇവര് പറഞ്ഞത് കേട്ടിട്ടാണ് നിങ്ങൾ പറയുന്നത്. വാങ്ങിച്ചില്ല. ഇതേ കമ്മ്യൂണിറ്റി ടിവിയാണ് സത്യം. അങ്ങനെ പൈസ വാങ്ങിച്ചിട്ടില്ല. പുള്ളി അങ്ങനെയുള്ള ആളാണ്. എല്ലാതും ഇവിടെ 3 ക്യാമറ കൊണ്ടാ വരുമ്പോഴേ 1 വയലന്റ് സൈലന്റ് ആയിട്ട് ഒന്നും ചോദിക്കുന്നില്ല. ഞാൻ പേടിച്ച് പിടിഞ്ഞ്, എനിക്ക് പേടി പറയാ സംസാരിക്കാൻ, എനിക്ക് പേടി. ഇങ്ങനെ കൊറേ പണി കിട്ടിയ അനുഭവം ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര സഹായിയാണല്ലേ ആള്, ഭയങ്കര സഹായം. അതിനിടയ്ക്ക് സത്യനാവണം കൊടുത്തേക്കണം. അവന്റെ വള്ളി തീർത്തിട്ടാ വരാം. മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങിന് നൽകുന്ന സമ്മാനം, ഡീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം.